നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ തിങ്കളാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. സന്ദർശനത്തിന്റെ ഭാഗമായി മേഖലയിൽ വിവിധ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. രാവിലെ 8 മുതൽ 10 വരെ ക്ഷേത്രത്തിൽ ദർശനം, വിവാഹം, ചോറൂൺ എന്നിവയ്ക്ക് നിയന്ത്രണമുണ്ടാകുമെന്ന് ദേവസ്വം. പുന്നിയറക്കുളത്ത് മത്സ്യകൃഷി പദ്ധതിക്കായി എത്തിച്ച മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് വലിപ്പം കുറവെന്ന് കർഷകർ. ഔദ്യോഗിക ഉദ്ഘാടനത്തിന് ശേഷം മീൻ കുഞ്ഞുങ്ങളെ പടവിൽ നിക്ഷേപിക്കാനുള്ള ഉദ്യോഗസ്ഥരുടെ ശ്രമം പടവ് കമ്മിറ്റിക്കാർ തടഞ്ഞു. ഇരുവപ്പെട്ടി കാഞ്ഞിരക്കോട് വില്ലേജിൽ 12 കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. പട്ടയ വിതരണത്തിന് മുന്നോടിയായി തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്ത് സ്ഥലങ്ങൾ സന്ദർശിച്ചു. ലളിതവും സ്വതസിദ്ധവുമായ ശൈലിയിൽ സ്വന്തം അനുഭവങ്ങൾ കാച്ചിക്കുറുക്കി എഴുതി വായനക്കാരെ ആകർഷിച്ച വൈക്കം മുഹമ്മദ് ബഷീറിനെ അനുസ്മരിച്ച നാട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടന്ന ദിനാചരണങ്ങൾ ശ്രദ്ധേയം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ തിങ്കളാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. സന്ദർശനത്തിന്റെ ഭാഗമായി മേഖലയിൽ വിവിധ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. രാവിലെ 8 മുതൽ 10 വരെ ക്ഷേത്രത്തിൽ ദർശനം, വിവാഹം, ചോറൂൺ എന്നിവയ്ക്ക് നിയന്ത്രണമുണ്ടാകുമെന്ന് ദേവസ്വം അറിയിച്ചു. രാവിലെ 8:50 ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപ്പാഡിൽ വന്നിറങ്ങും. ശ്രീവത്സം ഗസ്റ്റ് ഹൌസിൽ എത്തിയ ശേഷം 9 ക്ഷേത്രത്തിലേക്ക് പോകും. അരമണിക്കൂർ ദർശനം നടത്തി 9:50 മടങ്ങും. വിവാഹവും ചോറൂണും രാവിലെ 7 മുൻപോ 10 ശേഷമോ നടത്തണം. ഉപരാഷ്ട്രപതി എത്തുന്നതിന് 1 മണിക്കൂർ മുൻപും സന്ദർശനം കഴിയുന്നതുവരെയും ക്ഷേത്ര നടപ്പന്തലുകളിലേക്ക് ഭക്തരെ പ്രവേശിപ്പിക്കുന്നതിൽ നിയന്ത്രണം ഉണ്ടാകും. ശ്രീവത്സത്തിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴിയായതിനാൽ തെക്കേ നടപ്പന്തലിലെ കടകൾ ആ സമയങ്ങളിൽ തുറക്കാൻ അനുവദിക്കില്ല. സുരക്ഷയുടെ ഭാഗമായി കണ്ടാണിശ്ശേരി പഞ്ചായത്ത്, ഗുരുവായൂർ നഗരസഭ എന്നീ പ്രദേശങ്ങളിൽ സ്വകാര്യ ഹെലികോപ്റ്റർ, ഡ്രോൺ, ഹാങ് ഗ്ലൈഡറുകൾ, ടോയ് പ്ലെയിൻ എന്നിവയുടെ ഉപയോഗം ജൂലൈ 7 രാവിലെ 8 മണി മുതൽ 10:30 വരെ നിരോധിച്ചതായി ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. തൊഴിയൂരിലെ മദ്രസ അധ്യാപകന്റെ ബൈക്ക് മോഷ്ടിച്ച് നമ്പർ പ്ലേറ്റ് മാറ്റി ഉപയോഗിച്ച യുവാവിനെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മന്ദലാകുന്ന് അല്ലമീൻ റോഡിൽ വാഴപ്പള്ളി വീട്ടിൽ 25 വയസ്സുള്ള നബീലിനെയാണ് ഗുരുവായൂർ സ്റ്റേഷൻ SHO ജിൻസൺ ഡൊമിനിക്കിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ജൂൺ 26 പുലർച്ചെ തൊഴിയൂർ മദ്രസയ്ക്ക് മുൻവശത്ത് പാർക്ക് ചെയ്തിരുന്ന മലപ്പുറം സ്വദേശിയായ മദ്രസ അധ്യാപകന്റെ ബൈക്കാണ് മോഷ്ടിക്കപ്പെട്ടത്. 45ഓളം CCTV ക്യാമറകളും മറ്റും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. സബ് ഇൻസ്പെക്ടർ മഹേഷ്, ASI വിപിൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കൃഷ്ണപ്രസാദ്, സിവിൽ പോലീസ് ഓഫീസർ ജോസ് പോൾ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കണ്ടാണിശ്ശേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിലും ഭരണസമിതിയുടെ ജനദ്രോഹ ദുർഭരണത്തിലും പ്രതിഷേധിച്ചുകൊണ്ട് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് മറ്റം സെന്ററിൽ നിന്ന് ആരംഭിച്ചു. പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ പ്രകടനം സമാപിച്ചതിനെ തുടർന്ന് നടന്ന ധർണ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സബീഷ് മരതയൂർ ഉദ്ഘാടനം ചെയ്തു. പൊതുപ്രശ്നങ്ങൾ ഉന്നയിച്ചും പഞ്ചായത്തിന്റെ നിരുത്തരവാദപരമായ സമീപനത്തിനെതിരെ നിരവധി പ്രതിഷേധം BJP നടത്തിയെങ്കിലും അതിനൊന്നും ഒരു പരിഹാരവും ഭരണസമിതി ചെയ്തിട്ടില്ല. ഈ സ്ഥിതി തുടർന്നാൽ വലിയ പ്രക്ഷോഭങ്ങൾ നടത്താൻ BJP തയ്യാറാകുമെന്നും സബീഷ് പറഞ്ഞു. BJP കണ്ടാണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷ് വടശ്ശേരി അധ്യക്ഷനായി. പാവർട്ടി മേഖലാ പ്രസിഡന്റ് M. വിശ്വൻ ആമുഖ പ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രവീൺ പറങ്ങനാട്ട്, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ സന്തോഷ് കോലാരി, നന്ദൻ കേച്ചേരി, സൗമ്യ സുഭാഷ് എന്നിവർ സംസാരിച്ചു. പ്രതിഷേധ മാർച്ചിനിടെ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പഞ്ചായത്തിന് മുന്നിൽ ഗുരുവായൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ മഹേഷിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘവും ഉണ്ടായിരുന്നു. വേലൂർ പഞ്ചായത്ത് MCF പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കുന്നംകുളം MLA AC മൊയ്തീൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷത വഹിച്ചു. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷൈന റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ CF ജോയ്, ഷേർലി ദിലീപ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സപ്ന റഷീദ്, മെമ്പർമാരായ വിമല നാരായണൻ, ശുഭ അനിൽകുമാർ, ബിന്ദു ശർമ്മ, ആരിഫ സാബിർ, രേഷ്മ സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 10 ലക്ഷം രൂപ ഉൾപ്പെടെ 43 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ചാവക്കാട് ജില്ലാ അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ ലഹരിമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി കുന്നംകുളത്ത് ജില്ലാ ബോധവൽക്കരണ റാലിയും ഫ്ലാഷ് മോബും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ജവഹർ സ്ക്വയറിൽ കുന്നംകുളം ASI CV മധു ഫ്ളാഗ് ഓഫ് ചെയ്ത ബോധവൽക്കരണ റാലിയിൽ വിവിധ വിദ്യാലയങ്ങൾ പ്ലക്കാർഡും മുദ്രാഗീതങ്ങളുമായി അണിനിരന്നു. റാലി ടൗൺ ചുറ്റി ടൗൺ ഹാളിൽ സമാപിച്ചു.
ഡിസ്ട്രിക്ട് ഓർഗനൈസിംഗ് കമ്മീഷണർമാരായ ജോസ് സി പോന്നോർ, സിസ്റ്റർ ജിസ്പ്രിയ, ജില്ലാ കമ്മീഷണർമാരായ സുരേഷ്, ബീന പീറ്റർ, രാഹുൽ സി ചുങ്കത്ത്, സായൂജ്, സജു, സുന്ദരൻ, വിവിധ യൂണിറ്റ് ലീഡർമാർ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. ചിറമനങ്ങാട് കോൺകോർഡ് സ്കൂളിലെ ഗൈഡ് ക്യാപ്റ്റൻ മേരിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. നഗരസഭാ ടൗൺഹാളിൽ നടന്ന ജില്ലാതല സമ്മേളനം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. മയക്കുമരുന്നും ഈ രാസലഹരി പദാർത്ഥങ്ങളും നാട്ടിലെത്തിച്ച് അത് വിറ്റ് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം ചില പ്രത്യേക റാക്കറ്റുകൾ വഴി രാജ്യത്ത് നടക്കുന്നുണ്ട്. പക്ഷെ അവർ ലാഭം ഉണ്ടാക്കുമ്പോൾ ഒരു തലമുറയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്ത് ചെയ്തും ലാഭം ഉണ്ടാക്കിയാൽ മതി എന്നൊരു പുതിയ കാഴ്ചപ്പാടുള്ള സംഭവമാണ്. പണം ഉണ്ടായാൽ എല്ലാമായി എന്ന് കരുതുന്നത് മനുഷ്യജീവനെ വിറ്റ് കാശാക്കാനും അതെങ്ങനെ ലഹരി എന്ത് വൃത്തികെട്ട രീതിയിലായാലും അത് ചെയ്യണം എന്നുള്ള ഒരു പുതിയ കാഴ്ചപ്പാട് കൾച്ചർ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്നത്. യോഗത്തിന് ഡിസ്ട്രിക്ട് ട്രെയിനിംഗ് കമ്മീഷണർ TC ശാന്ത അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ബിനോയ് T മോഹൻ സ്വാഗതവും അസോസിയേഷൻ കുന്നംകുളം ലോക്കൽ സെക്രട്ടറി ഷോബി മാത്യു നന്ദിയും പറഞ്ഞു. ജില്ലാ ട്രഷറർ ഡെന്നി ഡേവിഡ്, ജോയിന്റ് സെക്രട്ടറി ഷീജ ആന്റണി എന്നിവർ സംബന്ധിച്ചു. ശക്തമായ കാറ്റിൽ എരുമപ്പെട്ടി പഴവൂരിൽ മരക്കൊമ്പ് റോഡിലേക്ക് പൊട്ടി വീണു. 3 ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു. പഴവൂർ വീട്ടിൽ വിശ്വംഭരന്റെ വീട്ടുവളപ്പിൽ നിൽക്കുന്ന തേക്കുമരമാണ് പൊട്ടി വീണത്. ഗതാഗതം തടസ്സപ്പെടുകയും വൈദ്യുതി ബന്ധം തകരാറിലാവുകയും ചെയ്തു. ഒരു കിലോ കഞ്ചാവുമായി കുന്നംകുളത്ത് 2 പേർ അറസ്റ്റിൽ. കുന്നംകുളം അടുപ്പുട്ടി പാക്കത്ത് അജിത്ത്, അടുപ്പുട്ടി കാക്കശ്ശേരി ബെർലിൻ എന്നിവരെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച വൈകിട്ട് വടക്കാഞ്ചേരി റോഡിൽ നിന്നാണ് ഇവർ പിടിയിലായത്. കുന്നംകുളം പോലീസും തൃശൂർ ഡാൻസ് ഓഫ് സംഘവും ചേർന്നായിരുന്നു അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 1 കിലോ 100 ഗ്രാം കഞ്ചാവ് പിടികൂടി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മേഖല കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിതരണ രംഗത്ത് ഇവർക്കൊപ്പം പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും കൂടുതൽ അന്വേഷണം നടന്നു വരികയാണെന്നും അന്വേഷണ സംഘം അറിയിച്ചു. പുന്നീർകുളത്ത് മത്സ്യകൃഷി പദ്ധതിക്കായി എത്തിച്ച മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് വലുപ്പം കുറവാണെന്ന് കർഷകർ. ഔദ്യോഗിക ഉദ്ഘാടനത്തിന് ശേഷം മീൻകുഞ്ഞുങ്ങളെ പടവിൽ നിക്ഷേപിക്കാനുള്ള ഉദ്യോഗസ്ഥരുടെ ശ്രമം പടവ് കമ്മിറ്റിക്കാർ തടഞ്ഞു. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ ഒരു നെല്ലും ഒരു മീനും പദ്ധതി പ്രകാരം പുന്നീർകുളം ഗ്രാമപഞ്ചായത്തിലെ മത്സ്യവിത്ത് വിതരണം മാഞ്ചിറ പാടത്താണ് നടന്നത്. NK അക്ബർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടനം നിർവഹിച്ച് MLA പോയതിനു ശേഷം മത്സ്യക്കുഞ്ഞുങ്ങളെ പാടത്ത് നിക്ഷേപിക്കുമ്പോൾ കരാർ പ്രകാരമുള്ള വലിപ്പമുള്ള കുഞ്ഞുങ്ങളെയല്ലെന്ന് കണ്ടപ്പോഴാണ് പരൂർ പടവ് കോൾ സമിതി അംഗങ്ങൾ തടഞ്ഞത്. വിരൽ വലിപ്പമുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്യാൻ കരാർ നൽകിയിരുന്നത്. എന്നാൽ വളരെ വലിപ്പം കുറഞ്ഞ മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് പടവിൽ നിക്ഷേപിക്കാൻ കൊണ്ടുവന്നതെന്ന് പടവ് കമ്മിറ്റി അംഗങ്ങൾ ആരോപിച്ചു. എറണാകുളം ഭൂതത്താൻകിട്ട് ഹാച്ചറിയിൽ നിന്നുള്ള കട്ല, രോഹു ഇനങ്ങളിലെ 7 ലക്ഷം മീൻകുഞ്ഞുങ്ങളെയാണ് 2 ഘട്ടങ്ങളിലായി പടവിൽ ഇറക്കാനിരുന്നത്. വാൽമാക്രികളുടെ വലിപ്പം മാത്രമുള്ള മീൻകുഞ്ഞുങ്ങളെയാണ് ഹാച്ചറിയിൽ നിന്നും കൊണ്ടുവന്നതെന്നും ഇവയെ പാടത്ത് നിക്ഷേപിച്ചാൽ വലിയ മത്സ്യങ്ങൾക്ക് തീറ്റയാവുകയാണ് ഉണ്ടാവുകയെന്നും പടവ് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ടെൻഡർ ചെയ്യുമ്പോൾ വീടിന്റെ വലിപ്പം പറയും. ഇത് തീരെ വലിപ്പമില്ല. ഒരു തവളപ്പുട്ടിന്റെ വലിപ്പം പോലുമില്ല. ഇത് മീനുകൾക്ക് മറ്റു മീനുകൾക്കില്ല തീറ്റയാണ്. അപ്പോൾ അത് കാരണം ഞങ്ങൾ പടവിൽ കൂടി ഇറക്കണ്ടെന്നുള്ള തീരുമാനത്തിലാണ് ഇത് മടക്കി അയക്കാണ്. ഈ പടവിൽ ഇറക്കി വെച്ചിൽ നല്ല വലിപ്പമുള്ള മീൻ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത മീൻ തരിച്ചിൽ ഇറക്കാം, അല്ലെങ്കിൽ ഇറക്കണ്ടെന്നുള്ളതാണ് കമ്മിറ്റിയുടെ തീരുമാനം. മുൻവർഷത്തേതുപോലെ വലിപ്പമുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെ എത്തിച്ചാലേ പദ്ധതി നടപ്പിലാക്കാനാകൂ എന്നും ഇവർ കൂട്ടിച്ചേർത്തു. ഉദ്ഘാടന ചടങ്ങിൽ പുന്നീർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷയായി. വാർഡ് മെമ്പർ ഹാജിറ, പടവ് കമ്മിറ്റി പ്രസിഡന്റ് അബൂബക്കർ കുന്നങ്കാട്ടിൽ, സെക്രട്ടറി ജബ്ബാർ, പുന്നീർകുളം കർഷക കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ്, CPIM ലോക്കൽ സെക്രട്ടറി താജുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. തെരുവുനായ വിഷയത്തിൽ കുന്നംകുളം നഗരസഭ അനാസ്ഥ കാണിക്കുകയാണെന്ന് ആരോപിച്ച് BJP കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭ ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. നായകളെ പിടികൂടി വാക്സിൻ നൽകണമെന്നും ABC പദ്ധതി കാര്യക്ഷമമായി നഗരസഭയിൽ നടപ്പിലാക്കണമെന്നും പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ആവശ്യപ്പെട്ടു. BJP മണ്ഡലം ജനറൽ സെക്രട്ടറി മഹേഷ് തിരുത്തിക്കാട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി KS രാജേഷ്, ജില്ലാ സെക്രട്ടറിമാരായ സോഫിയ ശ്രീജിത്ത്, രേഷ്മ സുനിൽ, കൗൺസിലർ KK മുരളി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് MV ഉല്ലാസ്, മണ്ഡലം ജനറൽ സെക്രട്ടറി സുമേഷ് കളരിക്കൽ, വിഗീഷ് KV എന്നിവർ നേതൃത്വം നൽകി. പട്ടികളെ കൊല്ലാതിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ നയം കൊണ്ടല്ലേ, കേന്ദ്രത്തിന്റെ നയം കൊണ്ടല്ലേ എന്നാണ് ചോദിക്കുന്നത്. ജീവനുള്ള വസ്തുക്കളെ കൊല്ലരുത് എന്നുള്ളത്
അതൊരു സംസ്കാരത്തിൻ്റെ കൂടി ഭാഗമായിരുന്നു ഭാരതത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ. പക്ഷേ ജനന നിയന്ത്രണം നടത്താനുള്ള സംവിധാനവും അതിനുള്ള തുകയൊക്കെ നൽകുമ്പോൾ അതങ്ങ് വീട്ടിൽ വെച്ചാൽ മതി എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അവിടെയാണ് പഴുതുകൾ ഉള്ളത്, അവിടെയാണ് വിഷയങ്ങളുള്ളത്, അവിടെയാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രതിഷേധിക്കുന്നതും ആ വിഷയത്തിലാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ അവസരങ്ങളും വെല്ലുവിളികളും നേരിടുവാൻ യുവതലമുറ സജ്ജരാകണമെന്ന് രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി ഏർപ്പെടുത്തിയ എമർജിംഗ് 2025 ഉമ്മൻചാണ്ടി വിദ്യാഭ്യാസ പുരസ്കാര വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിജയം കൈവരിക്കണമെങ്കിൽ, ജീവിത വിജയം കൈവരിക്കണമെങ്കിൽ ഓരോരുത്തരും സമർത്ഥമായ പരിശ്രമം നടത്തേണ്ടിയിരിക്കും. ആ പരിശ്രമത്തിന് വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനമാണ് ഓരോരുത്തരും എന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിനെയും ജീവിക്കണമെങ്കിൽ ആ മത്സരത്തിൽ നമ്മൾ വിജയികളായി മാറേണ്ടിയിരിക്കുന്നു. അങ്ങനെ വിജയം കൈവരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ദൗത്യമുണ്ടാകണം, ഒരു സ്വപ്നമുണ്ടാകണം. അതിനേക്കാൾ ഒക്കെ ഉപരിയായി നിങ്ങൾ ചിന്തിക്കേണ്ടത് ഞാൻ ഏറ്റവും നല്ല മനുഷ്യസ്നേഹിയായി വളർന്നു വരുമെന്നാണ് എൻ്റെ അഭിപ്രായം. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും അതിലെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനും വെല്ലുവിളികളെ നേരിടാനും ഉള്ള അറിവും മാനസിക ധൈര്യവും യുവതലമുറ ആർജിക്കണമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. കുന്നംകുളം രാജീവ് ഗാന്ധി ടൗൺ ഹാളിൽ വെച്ചു നടന്ന ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പലശ്ശേരി അധ്യക്ഷത വഹിച്ചു. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം മുഖ്യപ്രഭാഷണം നടത്തി. KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സോയ ജോസഫ്, DCC ജനറൽ സെക്രട്ടറിമാരായ KC ബാബു, ബിജോയ് ബാബു, മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ K ജയശങ്കർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ CB രാജീവ്, സുരേഷ് മമ്പ്രമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം ഭാരവാഹികളായ മുഹമ്മദ് ഉവൈസ്, രേഷ്മ സതീഷ്, അക്ഷയ് കൃഷ്ണ, OR രോഷിത്, KSU ജില്ലാ ജനറൽ സെക്രട്ടറി അജിത് പറവൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം നിയോജകമണ്ഡലത്തിലെ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം കൈവരിച്ച വിദ്യാലയങ്ങളെയുമാണ് ഉപഹാരം നൽകി അനുമോദിച്ചത്. കുന്നംകുളം മലങ്കര ആശുപത്രിയിലെ ജീവനക്കാരൻ ജോലിക്കിടെ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. പട്ടിക്കാട് വടക്കുംപാടം സ്വദേശി 52 വയസ്സുള്ള സന്തോഷാണ് മരിച്ചത്. കുന്നംകുളം മലങ്കര ആശുപത്രിയിലെ വാർഡ് ബോയ് ആയിരുന്നു. രാവിലെ 6:30യോടെ അസ്വസ്ഥത പ്രകടിപ്പിച്ച സന്തോഷിനുടൻ തന്നെ ആശുപത്രിയിൽ അടിയന്തര ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആശുപത്രിയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം പിന്നീട് നാട്ടിലെത്തിച്ച് സംസ്കരിക്കും. ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി, ജീവനക്കാർ, ആംബുലൻസ് ജീവനക്കാർ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് വില്ലേജിൽ 12 കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. പട്ടയ വിതരണത്തിന് മുന്നോടിയായി തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്ത് സ്ഥലങ്ങൾ സന്ദർശിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡ് കുടുംബ പുനരധിവാസ നഗറിലാണ് 10 കുടുംബങ്ങൾക്ക് പട്ടയം നൽകുന്നതിന് അനുമതിയായിട്ടുള്ളത്. 2 കുടുംബങ്ങളുടെ പട്ടയത്തിനുള്ള സാക്ഷ്യപത്രം ലഭിച്ചിട്ടില്ല. ഇവ ലഭ്യമാകുന്ന മുറയ്ക്ക് 2 കുടുംബങ്ങൾ കൂടി പട്ടയത്തിനുള്ള അനുമതിയാകും. കുടുംബ പുനരധിവാസ നഗറിൽ നിന്നും 16 അപേക്ഷകളാണ് റവന്യൂ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത്. പരിശോധന നടത്തിയതിൽ 2 പേർക്ക് പട്ടികജാതി വകുപ്പിൽ നിന്നുള്ള NOC ലഭിക്കാത്തതിനാൽ അപേക്ഷയിൽ നടപടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. 2 കുടുംബങ്ങൾ സ്വന്തമായി ഭൂമിയുള്ളതിനാലും മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുത്താത്തതിനാലും പട്ടയം അപേക്ഷ തള്ളിയിരുന്നു. കാഞ്ഞിരക്കോട് മലനാട് ഒനിയൻ കമ്പനിക്ക് സമീപം തോപ്പിൽ വീട്ടിൽ കുമാരൻ, ഇന്ദിര എന്നിവരുടെ വീട്ടിലും തഹസിൽദാർ പട്ടയ വിതരണത്തിന് മുന്നോടിയായി സന്ദർശനം നടത്തി. ജൂലൈ 15-ാം തീയതിയാണ് ജില്ലയിൽ പട്ടയമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. തലപ്പള്ളി താലൂക്ക് പരിധിയിൽ ഉൾപ്പെട്ട വടക്കാഞ്ചേരി, ചേലക്കര നിയോജക മണ്ഡലങ്ങളിലായി 1010 പട്ടയങ്ങളാണ് വിതരണം ചെയ്യുന്നത്. വടക്കാഞ്ചേരി മണ്ഡലത്തിൽ 633 പട്ടയങ്ങളും ചേലക്കര നിയോജക മണ്ഡലം 377 പട്ടയങ്ങളുമാണ് അനുവദിച്ചിരിക്കുന്നത്. താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരത്തിനെ കൂടാതെ വാർഡ് മെമ്പർ AB ബബിത, കാഞ്ഞിരക്കോട് വില്ലേജ് ജീവനക്കാർ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. കടലാക്രമണത്തിൽ വീടും വസ്തുവകകളും നഷ്ടപ്പെട്ട് പരാതി പറയാനെത്തിയ മത്സ്യത്തൊഴിലാളികളെ അധിക്ഷേപിച്ച ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും മന്ത്രിയുടെ കോലം കത്തിക്കലും നടന്നു. ബ്ലാങ്ങാട് ബീച്ചിൽ നടന്ന പ്രതിഷേധം മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് AM അലാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് CV സുരേന്ദ്രൻ മരക്കാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KD വീരമണി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി C മുസ്താഖ് അലി, H ഷാജഹാൻ, തൃശൂർ ജില്ലാ ഭാരവാഹികളായ KK വേഡുരാജ്, നളിനാക്ഷൻ ഇരട്ടപ്പുഴ, CS രമണൻ, TM പരീദ്, മാലിക്കുളം അബു, PK കബീർ തുടങ്ങിയവർ സംസാരിച്ചു.
ലളിതവും സ്വതസിദ്ധവുമായ ശൈലിയിൽ സ്വന്തം അനുഭവങ്ങൾ കാച്ചിക്കുറുക്കി എഴുതി വായനക്കാരെ ആകർഷിച്ച വ്യക്തിത്വമായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീറിൻ്റേത്. ജീവിതത്തിലെ ലാളിത്യം ഭാഷയിലും പ്രകടമാക്കിയപ്പോൾ ബഷീർ എന്ന എഴുത്തുകാരനെ വായനക്കാർ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു. ജൂലൈ 5 ബഷീർ ദിനം. ഓരോ എഴുത്തുകാർക്കും ഓരോ ശൈലിയുണ്ട്. ആ എഴുത്തിന്റെ രീതി തന്നെയാണ് എഴുത്തുകാരെ വ്യത്യസ്തരാക്കുന്നതും. ബഷീർ എന്ന എഴുത്തുകാരനെ വായനക്കാരുടെ പ്രിയപ്പെട്ടവനാക്കിയതും അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ഭാഷാശൈലിയായിരുന്നു. ഒറ്റനോട്ടത്തിൽ ഒരർത്ഥവുമില്ലാത്ത ലൊട്ടിലൊടുക്ക് വാക്കുകൾ ബഷീറിന്റെ കൈവെള്ളയിൽ കുറിച്ചപ്പോൾ ആ വാക്കുകളുടെ മേന്മയെന്തെന്ന് അതേ അർത്ഥത്തിൽ വായനക്കാർ ആസ്വദിച്ചു. സ്വന്തം ജീവിതാനുഭവങ്ങൾ പച്ചഭാഷയിൽ എഴുതിയപ്പോൾ സാധാരണക്കാരന്റെ സാധാരണ എഴുത്തുകൾ വായനക്കാർ നെഞ്ചോട് ചേർത്തു. ഭാഷയിലെ സാഹിത്യവും വ്യാകരണവുമൊക്കെ പൊളിച്ച് അനുഭവിച്ച ദുരിതവും ദാരിദ്ര്യവും യാത്രകളും ജയിൽവാസവുമെല്ലാം അല്പം ബലിതത്തോടുകൂടി അവതരിപ്പിച്ചപ്പോൾ വായനക്കാരത് 2 കൈയും നീട്ടി സ്വീകരിച്ചു. മലയാള സാഹിത്യത്തിൽ തന്നെ ബഷീറിന്റെ മാത്രമായിരുന്ന പല പ്രയോഗങ്ങൾ കൂടി കടന്നു വന്നപ്പോൾ മലയാള ഭാഷയ്ക്ക് തന്നെ അത് വെളിച്ചമേകി. വായന ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് പോലും വായനയോട് ആകർഷണം തോന്നാൻ ബഷീറിന്റെ രചനകൾ സഹായകരമായി. കുട്ടികളും മുതിർന്നവരെയുമെല്ലാം ഒരുപോലെ സ്വാധീനിക്കാൻ ബഷീറിന് സാധിച്ചു. ബാല്യകാല സഖി, ന്റെ ഉപ്പൂപ്പയ്ക്കൊരാനയുണ്ടാർന്ന്, പാത്തുമ്മയുടെ ആട്, പ്രേമലേഖനം, മതിലുകൾ, വിശ്വവിഖ്യാതമായ മൂക്ക്, മുച്ചീട്ടുകളിക്കാരന്റെ മകൾ തുടങ്ങി അദ്ദേഹം സമ്മാനിച്ച രചനകളും ഓരോ കഥാപാത്രങ്ങളും മനസ്സിൽ തങ്ങി നിൽക്കുന്നവരാണ്. ഓരോ കഥാപാത്രത്തെയും മറക്കാനാവാത്ത വിധം വായനക്കാർക്കിടയിൽ പ്രതിഷ്ഠിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സവിശേഷത. വിശ്വസാഹിത്യകാരൻ എന്നു പറയുന്നത് വിശ്വത്തിന്റെ ഒരു മൂലയിലിരുന്ന് സാഹിത്യം എഴുതുന്നതാണെന്ന് അദ്ദേഹം ഒരിക്കൽ സ്വയം കളിയാക്കി പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ചിന്തയും എഴുത്തുമെല്ലാമാണ് ബഷീറിനെ വിശ്വസാഹിത്യത്തിലെ സുൽത്താനാക്കിയത്. ബഷീറിന്റെ ഭാഷാശൈലി വിവർത്തകരുടെ കൈപ്പിടിയിൽ ഒതുങ്ങാനാവാത്ത വിധം വ്യത്യസ്തമായിരുന്നു. മലയാള ഭാഷയ്ക്ക് പുതിയ ഭാവുകത്വം നൽകിയ ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീർ ഇന്നും വായനക്കാർക്കിടയിൽ വെളിച്ചമേകുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായ എഴുത്തുകാരനായി ശോഭിക്കുകയാണ്. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ബഷീർ അനുസ്മരണ പരിപാടികൾ നടന്നു. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ BIMS കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ CL ജോഷി മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കൂബ് OIC ആശംസകൾ അറിയിച്ചു. ജുവൽ GOK സ്വാഗതവും ചിഞ്ചിന N അനിൽ നന്ദിയും പറഞ്ഞു. മലയാള വിഭാഗം അധ്യാപകരുടെ നേതൃത്വത്തിൽ പുസ്തക പ്രദർശനം, ബഷീർ കൃതികൾ ഉൾക്കൊണ്ട സാംസ്കാരിക പരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചു. കുന്നംകുളം നഗരസഭ ഏകലവ്യൻ സ്മാരക ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ബഷീർ കഥകളിലെ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊച്ചുകുട്ടികൾക്കായി പ്രജന്നവേഷ മത്സരം സംഘടിപ്പിച്ചു. കുന്നംകുളം CV സ്മാരക ഹാളിൽ നടന്ന ചടങ്ങ് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, PK ഷബീർ, ലൈബ്രറിയൻ സിൽവിയ, ചിത്രകാരൻ സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രജന്നവേഷ മത്സരത്തിലെ വിജയികളായ റബേക്ക മറിയം ജോസഫ്, VA ആവണി, EK ഇവാന, പ്രോത്സാഹന സമ്മാന വിജയികൾ തുടങ്ങിയവർക്ക് മൊമന്റോ നൽകി. പഴഞ്ഞി മാർ ബെസേലിയോസ് സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ ബഷീർ അനുസ്മരണം, കഥാപാത്ര പരിചയം, ബഷീർ പുസ്തകങ്ങളുടെ പ്രദർശനം എന്നിവ സംഘടിപ്പിച്ചു. ബഷീർ കഥാപാത്രങ്ങളായി കുരുന്നുകൾ വേഷം മാറിയതും കഥാസന്ദർഭങ്ങൾ അവതരിപ്പിച്ചതും ശ്രദ്ധേയമായി. കുട്ടികൾക്കായി ബഷീർ ചിത്രങ്ങൾ നിറം നൽകൽ, ക്വിസ് മത്സരം, കഥാപാത്ര അവതരണം തുടങ്ങിയ വിവിധ പരിപാടികൾ ഒരുക്കിയിരുന്നു. പ്രധാനാധ്യാപകൻ G. ജോർജ്, വിദ്യാർത്ഥികളായ അനന്യ KP, അയാൻ ഹംസ, അധ്യാപകരായ ഫെമി വർഗീസ്, നിസ വർഗീസ്, CCKT, അരുൺ K. സൈമൺ എന്നിവർ നേതൃത്വം നൽകി. പോർക്കുളം MKM UP സ്കൂളിൽ പ്രധാനാധ്യാപിക സ്റ്റെനി ടീച്ചറുടെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം PTA പ്രസിഡന്റ് രതീഷ് KK നിർവഹിച്ചു. പൂവൻ പഴമെന്ന ബഷീർ കൃതിയുടെ ദൃശ്യാവിഷ്കാരം നടത്തി. തുടർന്ന് ബഷീർ രചനകളിലെ കഥാപാത്രങ്ങളുടെ രംഗാവിഷ്കാരം നടത്തി. ബഷീർ വീഡിയോ പ്രദർശനം, ക്വിസ് മത്സരം എന്നിവയുമുണ്ടായി. വൈക്കം മുഹമ്മദ് ബഷീറിന് ജീവൻ നൽകി 4 വയസ്സുകാരൻ്റെ പ്രകടനം സമൂഹമാധ്യമങ്ങളിൽ വൈറലായി. പെരുമ്പിലാവ് അൻസാർ സ്കൂൾ ജൂനിയർ KG വിദ്യാർത്ഥിയും പെരുമ്പിലാവ് അഴകൻ കണ്ടത്തിൽ നസീഹ് ഷഹരിയ ദമ്പതികളുടെ മകനുമായ ഹൈസാൻ സഹക്കാണ് പാത്തുമ്മയുടെ ആട് എന്ന കൃതിയെ ആസ്പദമാക്കി ബഷീർ കഥാപാത്രത്തിന് ജീവൻ നൽകിയത്. ഇരിങ്ങപ്പുറം SMUP സ്കൂളിൽ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ബേപ്പൂർ സുൽത്താനും ഇമ്മിണി ബല്യ കൂട്ടുകാരും എന്ന പേരിൽ സംഘടിപ്പിച്ച കുട്ടികളുടെ കഥാപാത്ര അവതരണം പുതുമയായി. വിദ്യാർത്ഥികൾ വിവിധ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ബഷീർ അനുസ്മരണ ദിനം ഉദ്ഘാടനം നിർവഹിച്ച് പാത്തുമ്മയുടെ ആട്. കേച്ചേരി അൽ-ഇസ്ലാഹ് ഇംഗ്ലീഷ് സ്കൂളിൽ ബഷീർ കഥകളുടെ സുൽത്താൻ എന്ന തലക്കെട്ടിൽ സംഘടിപ്പിച്ച പരിപാടികളുടെ ഉദ്ഘാടനമാണ് ആട് നിർവഹിച്ചത്.
പാത്തുമ്മ നൽകിയ പ്ലാവിലത്തുനിന്ന് ഉദ്ഘാടനം നിർവഹിച്ച ആടിന്റെ സാന്നിധ്യം കൗതുകമായി. സ്കൂൾ ക്യാമ്പസിൽ പ്രത്യേകം തയ്യാറാക്കിയ പാത്തുമ്മയുടെ ആട് ദൃശ്യാവിഷ്കാര വേദിയിലാണ് ആട് വിശിഷ്ടാതിഥിയായി എത്തിയത്. ബഷീർ കൃതികളിലെ വിവിധ കഥാപാത്രങ്ങൾ അണിനിരന്ന പരിപാടിയിൽ പൂവൻപഴം, മതിലുകൾ, ബാല്യകാലസഖി, ൻ്റുപ്പൂപ്പകൊരാനേണ്ടാർന്ന്, ഇമ്മിണി ബല്യ ഒന്ന്, പാത്തുമ്മയുടെ ആട് എന്നീ ബഷീർ കൃതികളുടെ ദൃശ്യാവിഷ്കാരം നടത്തി. ഇമ്മിണി ബല്യ ബഷീർ എന്ന പേരിൽ എക്സിബിഷൻ അരങ്ങേറി. മലയാള വിഭാഗം അധ്യാപകരായ രമണി പി, ഷൈനി പി സി, ശോഭിതമോൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ സുപ്രിയ സുബ്രഹ്മണ്യൻ, മാനേജർ സദറുദ്ദീൻ കാരക്കുന്ന് എന്നിവർ സംസാരിച്ചു. ബഷീർ അനുസ്മരണ ദിനത്തിൽ അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർ. 1965 ബഷീർ എഴുതിയ മതിലുകൾ മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട പ്രണയകഥകളിലൊന്നാണ്. ശബ്ദം മാത്രം കേട്ട് പരസ്പരം സ്നേഹിക്കുന്ന ബഷീറിനെയും നാരായണിയെയും അരങ്ങത്ത് അവതരിപ്പിച്ചത് സ്കൂളിലെ അധ്യാപകരായ ജോൺസൺ മാസ്റ്ററും ജെസി ടീച്ചറുമായിരുന്നു. മലയാളം അധ്യാപിക ജാൻസി ഫ്രാൻസിസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ സന്തോഷ് ടി ഇമ്മട്ടി, പ്രധാനാധ്യാപികയുടെ ചുമതലയുള്ള MJ ജിൽസി, വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ KT ടോയ്സി, PR ഷെൽജി, സെബി തോമസ് കെ എന്നിവർ നേതൃത്വം നൽകി. ബഷീറിന്റെ മതിലുകളിലെ കഥാപാത്രങ്ങളായി അധ്യാപകർ അരങ്ങിലെത്തിയപ്പോൾ വിദ്യാർത്ഥികൾക്ക് അത്ഭുതവും ആഹ്ലാദവുമായി. ചാവക്കാട് സർക്കിൾ സഹകരണ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ അന്തർദേശീയ സഹകരണ ദിനം ആചരിച്ചു. ചെയർമാൻ അഡ്വക്കേറ്റ് PR വാസു പതാക ഉയർത്തി. ഗുരുവായൂർ ഫ്രീഡം ഹാളിൽ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് PR വാസു അധ്യക്ഷത വഹിച്ചു. സഹകരണ നിയമ ഭേദഗതിയുടെ കേരളത്തിന്റെ സഹകരണ മേഖല മുന്നോട്ട് എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. ഇടുക്കി സീനിയർ ഓഡിറ്റർ UM ഷാജി വിഷയം അവതരിപ്പിച്ചു. ഭരണസമിതി അംഗങ്ങളായ VP വിൻസെന്റ് സ്വാഗതവും PI സജിത നന്ദിയും പറഞ്ഞു. യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് M മണിശങ്കർ, KN രാമചന്ദ്രൻ, KK ജിനേന്ദ്ര ബാബു, T ശ്രീകുമാർ വാഗ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചൂണ്ടൽ പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ കൃഷിഭവൻ അങ്കണത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് PT ജോസ്, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, ജുലറ്റ് ബിനു, പഞ്ചായത്ത് അംഗങ്ങളായ KT ബാലകൃഷ്ണൻ, TP പ്രജീഷ്, PS സന്ദീപ്, NS ജിഷ്ണു, നാൻസി ആന്റണി, മാഗി ജോൺസൺ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ജിഷ സുനിൽകുമാർ, കൃഷി ഓഫീസർ ഭുവന, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ യമുനാദേവി എന്നിവർ സംസാരിച്ചു. കർഷകർക്ക് ആവശ്യമായ ലോൺ സൗകര്യങ്ങൾ ലളിതമായ രീതിയിൽ എങ്ങനെ ലഭിക്കുമെന്നതിനെക്കുറിച്ച് ചൂണ്ടൽ ഗ്രാമീണ ബാങ്ക് മാനേജർ ശുഭ ക്ലാസ് എടുത്തു. ഫിനാൻസ് ലിറ്റർജി സെന്റർ അസിസ്റ്റന്റ് ലിസ ബാങ്കിംഗ് മേഖലയിലെ വിവിധ പദ്ധതികളെ പരിചയപ്പെടുത്തി. ഞാറ്റുവേല ചന്തയിൽ വിവിധ തരം നടീൽ വസ്തുക്കൾ, അലങ്കാര സസ്യങ്ങൾ, സൂക്ഷ്മ മൂലകങ്ങൾ, ജൈവവളങ്ങൾ, ജൈവ കീടനാശിനികൾ മുതലായവ മിതമായ നിരക്കിൽ ലഭ്യമാക്കിയിരുന്നു. ഞാറ്റുവേല ചന്തയിൽ ചൂണ്ടൽ കൃഷിഭവൻ ആഴ്ചച്ചന്തയുടെയും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെയും ചൊവ്വന്നൂർ കാർഷിക സേവന സംഘത്തിന്റെയും സേവനവും ഉണ്ടായിരുന്നു. വെള്ളിത്തിരുത്തി ബ്ലൂംബേർഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ സിവിൽ സർവീസ് ഫോറം ആരംഭിച്ചു. മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC ഉദ്ഘാടനം ചെയ്തു. IAS ഫാക്ടറിന്റെ സ്ഥാപകനും ഡയറക്ടറുമായ അർജുൻ R ശങ്കർ മുഖ്യാതിഥിയായി. തുടർന്ന് നടന്ന ഓറിയന്റേഷൻ ക്ലാസ്സിൽ വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസ് പരീക്ഷകളുടെ സാധ്യതകൾ, പ്രാധാന്യം എന്നിവയെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. പഠനത്തിൽ മികച്ച നിലവാരം പുലർത്തുവാനും പ്രയത്നശീലരാകുവാനുമായി വിദ്യാർത്ഥികൾക്ക് നിരവധി പ്രായോഗിക ഉപദേശങ്ങളും അദ്ദേഹം നൽകി. 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി, ദേവപ്രിയ, AK ഷീജ, വിനി വിൽസൺ എന്നിവർ സംസാരിച്ചു. പ്രധാനമന്ത്രിക്ക് ശേഷം ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ലയുമായി സംവദിക്കാൻ അവസരം ലഭിച്ച ആഹ്ലാദത്തിലാണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ വിദ്യാർത്ഥികൾ. സ്പേസ് മ്യൂസിയം കാണുവാനും ISROയിലെ ശാസ്ത്രജ്ഞരുമായി സംവദിക്കുവാൻ അവസരം ലഭിച്ചതും ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളായിരുന്നുവെന്ന് കുട്ടികൾ പറഞ്ഞു. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിലെ വിദ്യാർത്ഥികളായ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി B ഭഗത് ചന്ദ്ര, ചിറളയം BCGHS സ്കൂളിലെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന NS ആവണി, AJ ശ്രീലയ എന്നീ വിദ്യാർത്ഥികളാണ് ISROയുടെ തിരുവനന്തപുരം തുമ്പയിലുള്ള വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നടന്ന തത്സമയ ആശയവിനിമയത്തിൽ പങ്കാളികളായത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനുമായി സംവദിക്കുവാൻ അദ്ദേഹം പഠിച്ച ലക്നൌവിലെ സ്കൂളിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള കുട്ടികൾക്കു മാത്രമാണ് അവസരം ലഭിച്ചത്. കേരളത്തിൽ നിന്ന് ആകെ 140-ൽ തൃശൂർ ജില്ലയിൽ നിന്നുള്ള 10 പേരിലാണ് ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ ഈ 3 മിടുക്കർ ഉൾപ്പെട്ടത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 400 കിലോമീറ്റർ അകലെയിരുന്ന് 28,000 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ട് സീറോ ഗ്രാവിറ്റിയിലുള്ള ഒഴുകൽ, പ്രത്യേകം തയ്യാറാക്കിയ കിടക്കയിൽ കൊളുത്തിൽ നാട ഉപയോഗിച്ച് സ്വയം കെട്ടിയിട്ടുകൊണ്ടുള്ള ഉറക്കം, പന്തുകളി, വ്യായാമങ്ങൾ എന്നിവ
ഹാം റേഡിയോ, വീഡിയോ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നേരിൽ കേട്ടതും കണ്ടതും മറ്റു കുട്ടികൾക്ക് ആവേശവും കൗതുകവും ഉളവാക്കി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിൽ അംഗങ്ങളായതിനാലാണ് ഇവർക്ക് ഈ അപൂർവ അവസരം കിട്ടിയത്. ലഭിച്ച അറിവുകൾ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുകയും ചെയ്ത ആഹ്ലാദത്തിലാണിപ്പോൾ ഇവർ. എല്ലാം വളരെ രസകരമായ പരിപാടികളായിരുന്നു. ഞങ്ങളവിടുത്തെ സ്പേസ് മ്യൂസിയം ഉണ്ടായിരുന്നു, VSSC സ്പേസ് മ്യൂസിയം കണ്ടു. അവിടെ കുറേ റോക്കറ്റ് മോഡൽസ്, അവിടെ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. VSSCയിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുമായിട്ട് സംവദിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സംശയങ്ങൾക്കൊക്കെ അവിടെ വളരെ വിദഗ്ധമായും വളരെ വ്യക്തമായും തന്നെ ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. അതൊരു മറക്കാനാവാത്ത അനുഭവം തന്നെയായിട്ട് നിൽക്കും. USS സ്കോളർഷിപ്പ് നേടിയവരിൽ നിന്ന് പരീക്ഷാഭവൻ തെരഞ്ഞെടുത്ത മിടുക്കരായ വിദ്യാർത്ഥികളാണ് പ്രോഗ്രാമിൽ ഉൾപ്പെടുക. കുന്നംകുളം ഗവൺമെന്റ് അന്ധവിദ്യാലയത്തിലാണ് 5 ഉപജില്ലകളിൽപ്പെട്ട ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയുടെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം ക്ലാസുകൾ നടക്കുന്നത്. വിവിധ കോളേജുകളിൽ നിന്നുള്ള പ്രൊഫസർമാർ ഉൾപ്പെടെയുള്ള വിദഗ്ധരുടെ ക്ലാസുകളും യൂണിവേഴ്സിറ്റികൾ, റിസർച്ച് സ്ഥാപനങ്ങൾ, ചരിത്ര സ്മാരകങ്ങൾ ഉൾപ്പെടെയുള്ള പഠനയാത്രകളും മറ്റും ഉൾപ്പെടുന്ന വൈവിധ്യങ്ങളായ അവസരങ്ങളാണ് കുട്ടികൾക്ക് നൽകുന്നതെന്ന് കോർഡിനേറ്റർ MV പ്രശോഭ് പറഞ്ഞു. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന ലഹരിവിരുദ്ധ സന്ദേശ വാഹനയാത്ര ഞായറാഴ്ച കുന്നംകുളം ഭദ്രാസനത്തിൽ എത്തിച്ചേരും. രാവിലെ ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഭദ്രാസന മെത്രാപ്പോലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസിന്റെ അധ്യക്ഷതയിൽ ബോധവൽക്കരണ പരിപാടി ഉണ്ടാകും. തുടർന്ന് ആർത്താറ്റ് ദേവാലയത്തിൽ നിന്ന് കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് വാഹന റാലി നടക്കും. യൂലിയോസ് മെത്രാപ്പോലീത്തയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സമ്മേളനം കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും. കവിയും ഗാനരചിതാവുമായ റഫീഖ് അഹമ്മദ് ലഹരിവിരുദ്ധ സന്ദേശം നൽകും. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ, മദ്യവർജന സമിതി കുന്നംകുളം ഭദ്രാസന വൈസ് പ്രസിഡന്റ് ഫാദർ സക്കറിയ കൊള്ളനൂർ എന്നിവർ സംസാരിക്കും. യുവജന പ്രസ്ഥാനം ഭദ്രാസന വൈസ് പ്രസിഡന്റ് ഫാദർ തോമസ് ചാണ്ടി, ജനറൽ സെക്രട്ടറി GOK വിൽസൺ, ജോയിന്റ് സെക്രട്ടറി ജഹിൻ ജേക്കബ്, ട്രഷറർ നോബിൻ CJ, ഭദ്രാസന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് പാതി വഴിയിൽ വീട് നിർമ്മാണം നിർത്തിവെച്ച കുടുംബത്തിന് സഹായവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് എരുമപ്പെട്ടി നാടിനും നാട്ടുകാർക്കും വേണ്ടിയെന്ന വാട്സപ്പ് കൂട്ടായ്മ. റിപ്പോർട്ടിലേക്ക്. എരുമപ്പെട്ടി ഉമിക്കുന്നിൽ താമസിക്കുന്ന വീരത്ത് വളപ്പിൽ രാമകൃഷ്ണനും കുടുംബത്തിനുമാണ് നാടിനും നാട്ടുകാർക്കും വേണ്ടിയെന്ന വാട്സപ്പ് കൂട്ടായ്മ വീട് വാർത്തു നൽകിയത്. ഇവർക്ക് വീട് നിർമ്മാണത്തിന് പഞ്ചായത്ത് ലൈഫ് മിഷനിൽ ഫണ്ട് അനുവദിച്ചിരുന്നു. ആദ്യ ഗഡു കൊണ്ട് ചുമർ നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നു. എന്നാൽ കുട്ടികൾക്ക് അസുഖം ബാധിച്ചതിനെ തുടർന്ന് അനുവദിച്ചതിൽ ബാക്കി പണം ചിലവായിപ്പോയി. മേൽക്കൂര വാർപ്പ് നടത്താത്തതിനാൽ അടുത്ത ഗഡു ഫണ്ട് ലഭിച്ചിട്ടില്ല. 3 വർഷമായി ഒരു മുറി ടാർപോളിൻ ഉപയോഗിച്ച് മൂടിയാണ് രാമകൃഷ്ണനും ഭാര്യയും 3 പെൺമക്കളും കഴിഞ്ഞിരുന്നത്. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന മുറിയിലാണ് ഇവർ താമസിച്ചിരുന്നത്. ഈ അവസ്ഥയറിഞ്ഞ ഗ്രൂപ്പ് അഡ്മിന്മാരായ കണ്ണൻ എരുമപ്പെട്ടി, ജോയ്സൺ പുലിക്കോട്ടിൽ, OS ശ്രീകാന്ത് എന്നിവരാണ് ഇവരെ സഹായിക്കാൻ മുന്നോട്ട് വന്നത്. ഞാനെൻ്റെ ബുദ്ധിമുട്ട് ഇങ്ങനെ കണ്ണൻ്റെ അടുത്താണ് ആദ്യം പറയണ്ടായി. കണ്ണൻ പിന്നെ ജോയ്സേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ശ്രീകാന്തിൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ പിന്നെ ജയൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ അവർ പിന്നെ ഗ്രൂപ്പിലുള്ള എല്ലാവരും കൂടി സഹായിച്ചിട്ട് ഇത് വാർക്കുള്ളത്. നമുക്കൊരു ഗ്രൂപ്പുണ്ട്, നാടും നാട്ടുകാരും വേണ്ടി പറഞ്ഞിട്ട് അതിലത്തെ എല്ലാ സുഹൃത്തുക്കളും എല്ലാവരും കൂടിയിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ജേട്ടനും എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ കാര്യം നടക്കുന്നത്. ആ വീടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ആകെ വിഷമായി. പിന്നെ കണ്ണനും ജോസേട്ടനും ശ്രീകാന്തും ഇവരെല്ലാവരും കൂടി പറഞ്ഞു ഇങ്ങനെ ചെയ്തു തരണമെന്ന്. അപ്പോൾ നമ്മൾ സാധനങ്ങൾ ഒട്ടും വലയും സാധനങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തു. പണിക്കാരും വെച്ചിട്ട് ലേബറൊക്കെ ഒരു തരണ്ടേ. അപ്പോൾ ഇത് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ വാർത്ത് തട്ടടിച്ച് 3-ാമത്തിനുള്ളിൽ വാർക്കാണ്. പരമാവധി നമ്മളോട് ചെയ്യാൻ പറ്റുന്ന പോലെ എല്ലാവരും ചെയ്യുന്നുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പുകളിലുള്ളവരുടെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് വീട് വാർത്തു നൽകിയത്. ഗ്രൂപ്പ് അംഗങ്ങളും നിർമ്മാണ പ്രവൃത്തിയിൽ പങ്കാളികളായി. VM ശിവൻ, KJ തമ്പി, ക്യാപ്റ്റൻ ജയൻ, ജിനു നെല്ലുവായ് എന്നിവരും നിർമ്മാണത്തിന് നേതൃത്വം നൽകി. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങളും യോഗങ്ങളും നടന്നു. വിശദാംശങ്ങളിലേക്ക്. കടവല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പിലാവിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ K കമറുദ്ദീൻ, നാസർ കല്ലായി, MM മനീഷ്, അബ്ദുറഹ്മാൻ പടിഞ്ഞാക്കര, PA റസാഖ്, CK കുഞ്ഞുമുഹമ്മദ്, അബൂ പുത്തൻകുളം, ഷാജി KH തുടങ്ങിയവർ പങ്കെടുത്തു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് AICC അംഗം അനിൽ അക്കരെ പറഞ്ഞു. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനവും മന്ത്രിയുടെ കോലം കത്തിക്കലും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ സമയത്ത് തെറ്റായ പ്രസ്താവനകൾ ദൃശ്യമാധ്യമങ്ങൾക്ക് നൽകി രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാക്കിയതുമൂലം യുവതി മരണപ്പെട്ട സംഭവത്തിൽ
മന്ത്രി വീണയ്ക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് AICC അംഗം അനിൽ അക്കര ആവശ്യപ്പെട്ടു. ആരോഗ്യരംഗത്ത് ലോകത്തിന് മാതൃക എന്ന PR വർക്കിലൂടെ പ്രചരിപ്പിക്കുന്ന മന്ത്രിക്ക് ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് ശസ്ത്രക്രിയ പോലും സമയത്തിന് നടത്തിക്കൊടുക്കാനാവാത്ത സംവിധാനമാക്കി മെഡിക്കൽ കോളേജുകളെ മാറ്റിയെന്നും അനിൽ ആരോപിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷനായി. DCC സെക്രട്ടറിമാരായ PK രാജൻ, സിജു പാവർട്ടി, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് AT സ്റ്റീഫൻ മാസ്റ്റർ, ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അപ്പു ആളൂർ, മണ്ഡലം പ്രസിഡന്റുമാരായ BV ജോയ്, പ്രസാദ് വാഗ, മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ NA നൌഷാദ്, MM ഷംസുദ്ദീൻ, ജോയ് ചെറിയാൻ, മഹിളാ കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് മീര ജോസ് എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ജോയ് ആന്റണി, AD സാജു, നേതാക്കളായ ജെറോം ബാബു, TK സുബ്രഹ്മണ്യൻ, ജോസഫ് ബെന്നി, സുനിത രാജു, ധന്യ സിബിൽ, ഷമീറ ഖാദർമോൻ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പന്തംകൊളുത്തി പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് PI തോമസ്, ബിജോയ് ബാബു, CK ബാബു, വിനോജ്, മിഷ സെബാസ്റ്റ്യൻ, മിനി മോൺസി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. കൈരളി ജംഗ്ഷനിൽ നിന്നാരംഭിച്ച പ്രകടനം നഗരം ചുറ്റി കൈരളി ജംഗ്ഷനിൽ സമാപിച്ചു. മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ, അരവിന്ദൻ പല്ലത്ത്, CS സൂരജ്, ബാലൻ വാർനാട്ട്, ശൈലജാദേവൻ, ഷാജൻ തരങ്കിണി, രതീഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി. പുന്നയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാജ സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പഞ്ചവടിയിൽ സമാപിച്ചു. പ്രതിഷേധ പരിപാടി മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KK ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു. RV മുഹമ്മദ് കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ അഡ്വക്കേറ്റ് ഷിബു, ഷർബനൂസ്, ജബ്ബാർ, സുബൈദ പാലക്കൽ, അഞ്ജന പൂവത്ത്, മൊയ്തീൻ ഷാപ്പള്ളത്ത്, റാഫി, ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന പാതയിൽ ശുദ്ധജല പദ്ധതിയുടെ പുതിയ പൈപ്പ് ഇടുന്നത് പാറേമ്പാടം കുരിശുപള്ളി വരെ എത്തി. ഇതോടെ കുന്നംകുളത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ പാറേമ്പാടം വഴി സഞ്ചരിച്ചു തുടങ്ങി. പാറേമ്പാടത്ത് പൈപ്പിടുന്ന ജോലികൾ നടക്കുന്നതിനാൽ വാഹനങ്ങളെല്ലാം പഴഞ്ഞി വഴി ഏറെ വളഞ്ഞാണ് പോയിരുന്നത്. പൈപ്പിട്ട ഭാഗത്ത് ചെളി കെട്ടി നിൽക്കുന്നത് കാൽനട യാത്രക്കാരെ വലയ്ക്കുന്നുണ്ട്. 2 മാസം മുൻപാണ് അക്കിക്കാവിൽ നിന്ന് പുതിയ പൈപ്പിടുന്ന പണികൾ ആരംഭിച്ചത്. റോഡരികിലെ പൈപ്പുകൾ കാലപ്പഴക്കം മൂലം പൊട്ടുന്നത് പതിവായതോടെ പുതിയ പൈപ്പുകൾ സ്ഥാപിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പൈപ്പിടൽ മൂലം സംസ്ഥാന പാതയിൽ അഗതിയൂർ റോഡ് മുതൽ അയ്യപ്പത്ത് റോഡ് വരെയുള്ള ഭാഗത്ത് നവീകരണം നടത്തിയിരുന്നില്ല. പൈപ്പിടൽ പണി ഇഴഞ്ഞതോടെ വാഹനങ്ങൾ 2 മാസത്തോളം പോർക്കുളം പഴഞ്ഞി വഴിയാണ് സഞ്ചരിച്ചിരുന്നത്. സമയനഷ്ടം മൂലം സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ അതിവേഗത്തിൽ ഗ്രാമീണ മേഖലയിലൂടെ സഞ്ചരിച്ചിരുന്നത് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടായി മാറിയിരുന്നു. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ ലൈഫ് ഗുണഭോക്തൃ സംഗമം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് EK നായനാർ സ്മാരക കോൺഫറൻസ് ഹാളിൽ നടന്ന ലൈഫ് ഗുണഭോക്താക്കളുടെ സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റിനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ രാജീവ് വേണു, PK അസീസ്, TO ജോയ്, ശരത് രാമനുണ്ണി, രമാ ബാബു, ഷീബ ചന്ദ്രൻ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാരായ ബൈജു വിൻസെന്റ്, വിവേക് ജസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. ലൈഫ് പദ്ധതിയിൽ 189 ഗുണഭോക്താക്കളുള്ള പട്ടികയാണ് പഞ്ചായത്തിലുള്ളത്. ഇതിൽ 88 പേരാണ് എഗ്രിമെന്റ് വെച്ച് ഭവന നിർമ്മാണം ആരംഭിച്ചത്. എഴുത്തിൻ്റെയും സിനിമയുടെയും യാത്രയുടെയും സാമ്രാജ്യത്തിൽ ശില്പഘടന മാന്ത്രികത കൊണ്ട് വിസ്മയകരമായ അർത്ഥതൽപ്പങ്ങൾ നെയ്തെടുത്ത ചിന്താരവി ഓർമ്മയായിട്ട് 14 വർഷം. ജീവിത ദർശനത്തോടൊപ്പം സവിശേഷമായ ഭാഷാ ശൈലി സമ്മാനിച്ച് വ്യത്യസ്ത തലങ്ങളിലൂടെ ഒഴുകിയ പ്രതിഭയായിരുന്നു ചിന്താരവി. എഴുത്ത്, സിനിമ, ചലച്ചിത്ര നിരൂപണം, യാത്ര തുടങ്ങി വ്യത്യസ്ത മേഖലകളിലെ സൂക്ഷ്മതലങ്ങളിലൂടെ സ്വന്തം അടയാളങ്ങൾ തീർത്ത പ്രതിഭയാണ് ചിന്തരവി എന്ന K. രവീന്ദ്രൻ. പദങ്ങളുടെ സവിശേഷമായ ചേരുവയാണ് രവീന്ദ്രന്റെ രചനകളിൽ കാണുക. സംസ്കൃതവും മലയാളവും സർഗാത്മകമായി കൂടിച്ചേരുന്ന മുഹൂർത്തങ്ങൾ സംഗമിക്കുന്ന എഴുത്ത്. അകലങ്ങളിലെ മനുഷ്യർ, മെഡിറ്ററേനിയൻ വേനൽ, സ്വിസ് സ്കെച്ചുകൾ, ബുദ്ധപദം എന്നീ ഗ്രന്ഥങ്ങളിൽ കാണുന്ന ഭാഷയുടെ ചാരുത മാത്രം മതി ചിന്തരവിയുടെ എഴുത്തുശൈലി അറിയാൻ. സമസ്ത പദങ്ങളും ചെറിയ വാക്യങ്ങളുമെല്ലാം സമ്മിശ്രമായി കടന്നുവരുന്ന ഭാഷയിലൂടെ മലയാളത്തിന് പുതിയൊരു മുഖം നൽകാൻ കഴിഞ്ഞതാണ് രവീന്ദ്രന്റെ ശ്രേഷ്ഠത. എഴുത്തിലെന്നതുപോലെ ജീവിതത്തിലും വ്യത്യസ്തനായിരുന്നു ചിന്തരവി. ജീവന്റെ നാഭിയിൽ സഞ്ചാരത്തിന്റെ മുദ്രകൾ പതിഞ്ഞ യാത്രികനെന്ന് രവീന്ദ്രനെ വിശേഷിപ്പിക്കാം. നിറക്കാഴ്ചകളുടെ അപ്പുറത്തുള്ള നിറം മങ്ങിയ ജീവിതാനുഭവങ്ങളുടെ പൊരുളുകൾ തിരഞ്ഞ് യാത്ര ചെയ്ത ഈ സഞ്ചാരി നമ്മുടെ സംസ്കാരത്തിന്റെ ചക്രവാളങ്ങളെ ഏറെ വിസ്തൃതമാക്കി. അകലങ്ങളിലെ മനുഷ്യർ, സ്വിസ് സ്കെച്ചുകൾ, മെഡിറ്ററേനിയൻ വേനൽ, ബുദ്ധപദം, എന്റെ കേരളം, ശീതകാല യാത്രകൾ എന്നീ യാത്രാ വിവരണങ്ങൾ ഇതിന്റെ സാക്ഷ്യപത്രങ്ങളാണ്.
70കൾ മുതലുള്ള അർത്ഥവത്തായ എല്ലാ സാംസ്കാരിക അന്വേഷണങ്ങൾക്കും പിന്നിൽ ചാലകശക്തിയായി രവീന്ദ്ര സാന്നിധ്യമുണ്ടായിരുന്നു. ഹരിജൻ, ഇനിയും മരിച്ചിട്ടില്ലാത്ത നമ്മൾ, ഒരേ തൂവൽ പക്ഷികൾ എന്നിവയാണ് രവീന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമകൾ. അദ്ദേഹത്തിന്റെ യാത്രയുടെയും ചിന്തകളുടെയും അന്വേഷണങ്ങളുടെയും തുടർച്ച തന്നെയായിരുന്നു ഈ സിനിമകൾ. ജനപദങ്ങളിലൂടെ, നാഗരികതയുടെ ആഴക്കാഴ്ചകളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു. സ്വന്തം കഴിവുകളും പ്രതിഭയും ഉയർത്തിപ്പിടിക്കാതെ മറ്റുള്ളവരെ തുല്യരായും ഉയർന്നവരായും കണ്ട് ചിന്തകളുടെ, അറിവിന്റെ മടുപ്പിക്കാത്ത എഴുത്തുകൾ സമ്മാനിച്ച് മടക്കമില്ലാത്ത യാത്രയിലേക്ക് അദ്ദേഹം നടന്നകന്നു. കാട്ടകമ്പാൽ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മയുടെ അധ്യക്ഷതയിൽ ചിറക്കൽ അറഫ പാലസിൽ നടന്ന സദസ്സിന്റെ ഉദ്ഘാടനം ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ NK ഹരിദാസൻ, TS മണികണ്ഠൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെയും ഈ വർഷം അംഗനവാടിയിൽ നിന്ന് വിരമിച്ച അധ്യാപകരായ CK സുജാത, സരോജിനി, ഹെൽപ്പർ വള്ളിയമ്മു എന്നിവരെയും ഉപഹാരം നൽകി അനുമോദിച്ചു. വിവിധ വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ നേതൃത്വം നൽകി. വെള്ളിത്തിരുത്തി ബ്ലൂംബേർഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂൾ പ്യൂപ്പിൾ ലീഡർ, അസിസ്റ്റന്റ് സ്കൂൾ പ്യൂപ്പിൾ ലീഡർ, ഹൗസ് ക്യാപ്റ്റൻസ് എന്നിവരുടെ സ്ഥാനാരോഹണം നടന്നു. സ്കൂൾ പ്യൂപ്പിൾ ലീഡറായി നേഹ ഷിഫീഖും അസിസ്റ്റന്റ് സ്കൂൾ പ്യൂപ്പിൾ ലീഡറായി ഹനാഷ് നൌഫലും സ്ഥാനമേറ്റു. എമറാൾഡ്, റൂബി, സഫയർ, ടോപ്പാസ് എന്നീ ഹൗസുകളുടെ ക്യാപ്റ്റന്മാരായി MK അതുൽ കൃഷ്ണ, CP ദക്ഷിണ, അഞ്ജലി മേനോൻ, അർജുൻ S കുമാർ എന്നിവരും വൈസ് ക്യാപ്റ്റന്മാരായി PS നിധി, ഗൗതം കൃഷ്ണ, മുഹമ്മദ് ആർഷ്, K നിവേദിത എന്നീ വിദ്യാർത്ഥികളും ചുമതലയേറ്റു. പ്രിൻസിപ്പൽ ഷേബ ജോർജ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. വിദ്യാർത്ഥി പ്രതിനിധികൾ പ്രതിജ്ഞ ഏറ്റുചൊല്ലി. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC സ്കൂൾ പതാക ലീഡേഴ്സിന് കൈമാറി. പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി എന്നീ വിദ്യാർത്ഥി പ്രതിനിധികൾക്ക് അവരുടെ ഔദ്യോഗിക സ്ഥാനങ്ങൾ രേഖപ്പെടുത്തിയ ബാഡ്ജുകൾ, സാഷകൾ എന്നിവ അണിയിച്ചു. ഹൗസ് ഇൻചാർജ് ടീച്ചേഴ്സായ TC മഞ്ജുഷ, നിത്യ K കുമാർ, നിബ മനു, MC അശ്വതി എന്നിവർ ഹൗസ് ക്യാപ്റ്റന്മാരെ സാക്ഷകൾ അണിയിച്ചു. അധ്യാപകരായ സനൂപ് സാമുവൽ, PD ഷാൻഡി എന്നിവർ നേതൃത്വം നൽകി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ അബ്രഹാം മാർ കൂറുലോസ് ബാവയുടെ നാമധേയത്തിലുള്ള കല്ലുംപുറം കുരിശുപള്ളിയുടെ പെരുന്നാൾ ആഘോഷം ആരംഭിച്ചു. ശനിയാഴ്ച വൈകിട്ട് 6:30 സന്ധ്യാനമസ്കാരം ഉണ്ടായി. ഞായറാഴ്ച രാവിലെ 7:30 പ്രഭാത നമസ്കാരം, തുടർന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കൊടിയും സ്ലീബായുമായി കാൽനട ഘോഷയാത്രയും ധൂവപ്രാർത്ഥനയും ശ്ലൈഹിക വാഴ്വും കൈമുത്തും നേർച്ച വിളമ്പലും ഉണ്ടാകും. കുന്നംകുളം മാർത്താറ്റ് കൃഷിഭവനുകൾ സംയുക്തമായി നടത്തിയ ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി കർഷക സഭ സംഘടിപ്പിച്ചു. തെറ്റായ ആരോഗ്യശീലം യുവതലമുറയെ എങ്ങനെ ബാധിക്കുന്നു എന്ന വിഷയത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് കുന്നംകുളം മിനി ടൗൺ ഹാളിൽ നടന്ന ചർച്ചയിൽ വിവിധ കോളേജ്, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ, മേഖലയിലെ ജനപ്രതിനിധികൾ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം കൃഷിഭവൻ ഓഫീസർ S ജയൻ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ മിഥു കെ തമ്പി, ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ ഓഫീസർ ശ്രീജിത്ത് S, താലൂക്ക് ആശുപത്രി ഡയറ്റീഷ്യൻ TS സുഗീത, ആയുർവേദ ഡിസ്പെൻസറി യോഗ ഇൻസ്ട്രക്ടർ സന്ധ്യ ബാബുരാജ്, ആർത്താറ്റ് കൃഷി ഓഫീസർ സ്വേഗ ആന്റണി എന്നിവർ പങ്കെടുത്തു. ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ NSS പ്രോഗ്രാം ഓഫീസർ ശ്രീജ, ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ നാഷണൽ സർവീസ് പ്രോഗ്രാം ഓഫീസർ DK അരുണോദയ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ടീച്ചർ ദിവ്യ KM, ചെമ്മണ്ണൂർ AMHSS NSS ഓഫീസർ കീർത്തി, വിവേകാനന്ദ കോളേജിലെ NSS വിദ്യാർത്ഥികൾ, കൃഷിഭവൻ ഉദ്യോഗസ്ഥരായ YS അനിൽകുമാർ, സ്നേഹ വി ജോസ്, ഷീജ എന്നിവർ പങ്കെടുത്തു. തെലുങ്കാനയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സ്വാമി ബ്രഹ്മാനന്ദ ഗിരി സ്വാമിയുടെ അനുസ്മരണം ഞായറാഴ്ച നടക്കും. വെസ്റ്റ് മങ്ങാട് കിസ്വ ഓഡിറ്റോറിയത്തിൽ രാവിലെ 10 മണിക്ക് നടക്കുന്ന അനുസ്മരണ സമ്മേളനം ചെറുതുരുത്തി ഗുരുപ്രഭ ആശ്രമാധിപൻ അമേയാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സന്യാസി സഭ രക്ഷാധികാരി പീഠാധീശ്വർ ദണ്ഡിസ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ മോക്ഷ സെക്രട്ടറി വിപിൻ കുറിയാടത്ത് മുഖ്യപ്രഭാഷണം നടത്തും. കലശമല ആര്യലോകാശ്രമ മഠാധിപതി ആര്യമഹർഷി, മരത്തങ്കോട് അയ്യപ്പസ്വാമി ക്ഷേത്രം രക്ഷാധികാരി ശ്രീലാൽ ശാന്തി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കും. എളവള്ളി പഞ്ചായത്തിലെ കുടുംബശ്രീ വാർഷികാഘോഷം കേരള വനിതാ കമ്മീഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ,
കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ യൂസലിൽ എന്നിവർ മുഖ്യാതിഥികളായി. ജനപ്രതിനിധികളായ ബിന്ദു പ്രദീപ്, ബെന്നി ആന്റണി, ലീന ശ്രീകുമാർ, കെ ഡി വിഷ്ണു, എൻ ബി ജയ, ടി സി മോഹനൻ, മെമ്പർ സെക്രട്ടറി സി എസ് രശ്മി, കുടുംബശ്രീ ചെയർപേഴ്സൺ ടി കെ ഷീല, വൈസ് ചെയർപേഴ്സൺ സലീജ ഷമീർ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിൽ നിലവിൽ 16 വാർഡുകളിലായി 218 കുടുംബശ്രീ യൂണിറ്റുകളാണ് ഉള്ളത്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് സ്വയം തൊഴിൽ രംഗത്ത് വലിയ നേട്ടമാണ് എളവള്ളി കൈവരിച്ചിട്ടുള്ളത്. കാർഷിക രംഗം, ചെറുകിട വ്യവസായം, മുറ്റത്തേമുല്ല, വെജിറ്റബിൾ കിയോസ്ക്, നീതി ടീ സ്റ്റാൾ, നീഹാരം ബഡ് സ്കൂൾ, എളവള്ളി ഷീ ഫിറ്റ്നസ് സെന്റർ, പൂവത്തൂർ ലേഡീസ് ഫിറ്റ്നസ് സെന്റർ, ചിറ്റാട്ടുകര ആഴ്ചച്ചന്ത, പുതിയ ജനകീയ ഹോട്ടൽ കെട്ടിടം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റ്, ധേനു കൗഡങ് യൂണിറ്റ്, ഫ്രൂട്ട് പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നിവയാണ് പ്രധാന നേട്ടം. 40 ലക്ഷം രൂപ വകയിരുത്തി ജില്ലയിൽ ഈ വർഷം ആരംഭിക്കുന്ന ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ക്ലസ്റ്ററിൽ ഒന്നാണ് എളവള്ളി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച 25 ലക്ഷം രൂപ ചെലവ് ചെയ്ത് എളവള്ളി വനിതാ വ്യവസായ കേന്ദ്രത്തിൽ നിർമ്മിച്ച കെട്ടിടത്തിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. കുന്നുകുളം നഗരസഭയ്ക്ക് സമീപത്തെ അപകടക്കെണിയിൽ വീണ യാത്രക്കാർ. BJP സമരത്തെ തുടർന്ന് അപകടത്തിന് കാരണമായ കോൺക്രീറ്റ് തൂൺ എടുത്തുമാറ്റി നഗരസഭാ അധികൃതർ. ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് നഗരസഭ നിർമ്മിച്ച ഹൈറ്റ് ബാരിയർ പലതവണ പരാജയപ്പെട്ടതിനെ തുടർന്ന് നഗരസഭയോട് ചേർന്നുള്ള റോഡിൽ പുതിയതായി സ്ഥാപിച്ച കോൺക്രീറ്റ് തൂൺ വീണ്ടും അപകടങ്ങൾക്ക് കാരണമായി. നിരവധി വാഹനങ്ങളാണ് നിത്യേന ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. നഗരസഭയുടെ വികലമായ വികസന കാഴ്ചപ്പാടാണ് റോഡിൽ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ പറഞ്ഞു. ശാസ്ത്രീയമായ പഠനങ്ങളില്ലാതെ യാത്രക്കാർക്ക് അപകടം ക്ഷണിച്ചു വരുത്തി കൊടുക്കുന്ന കോൺക്രീറ്റ് തൂൺ ഉടനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കോൺക്രീറ്റ് തൂണിൽ റീത്ത് സമർപ്പിച്ചു. BJP കൗൺസിലർമാർ നഗരസഭാ സെക്രട്ടറിയെ ഇതേസമയം ഓഫീസിനുള്ളിൽ തടഞ്ഞുവെക്കുകയും ചെയ്തു. കോൺക്രീറ്റ് തൂൺ എടുത്തുമാറ്റാതെ സമരം പിൻവലിക്കില്ലെന്ന് കൗൺസിലർമാർ പറഞ്ഞതോടെ സെക്രട്ടറി അപകടത്തിന് കാരണമായ കോൺക്രീറ്റ് തൂൺ മാറ്റാൻ ഉത്തരവിടുകയും നഗരസഭാ ജീവനക്കാർ എടുത്തുമാറ്റുകയും ചെയ്തു. ചാവക്കാട് താലൂക്ക് ഓഫീസ് പരിസരത്തെ അപകടാവസ്ഥയിലായ മരക്കൊമ്പുകൾ മുറിച്ചുമാറ്റി. ദുരന്ത നിവാരണ നിയമപ്രകാരം തഹസിൽദാർ MK കിഷോറിന്റെ നേതൃത്വത്തിലാണ് മരച്ചില്ലകൾ നീക്കം ചെയ്തത്. വാഹനങ്ങൾക്കും യാത്രികർക്കും അപകട ഭീഷണി സൃഷ്ടിക്കുന്ന മരച്ചില്ലകളാണ് മുറിച്ചുമാറ്റിയത്. ഇതിന്റെ ഭാഗമായി പോലീസിന്റെ സഹകരണത്തോടെ വാഹന ഗതാഗതം നിയന്ത്രിച്ചു. പാതയിലേക്കുള്ള വാഹനങ്ങൾ മറ്റു വഴിയിലൂടെ തിരിച്ചുവിട്ടു. തഹസിൽദാർ KSEBക്ക് കത്ത് നൽകിയത് പ്രകാരം വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചായിരുന്നു പ്രവൃത്തി. CPM നേതാവ് A. പത്മനാഭന്റെ 1ാം ചരമവാർഷികം ജൂലൈ 10 സമുചിതമായി ആചരിക്കും. വടക്കാഞ്ചേരിയിൽ ബഹുജന പ്രകടനവും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിക്കും. ഇതിനായി 201 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി ഹാളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റിലപ്പള്ളി MLA, KSKTU ജില്ലാ പ്രസിഡന്റ് MK പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. CPM വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ഡോക്ടർ KD ബാഹുലയൻ സ്വാഗതവും ഏരിയ കമ്മിറ്റി അംഗം P. മോഹൻദാസ് നന്ദിയും പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി K. കരുണാകരന്റെ 107ാം ജന്മദിനം ആഘോഷിച്ചു. വിവിധങ്ങളിലായി നടന്ന ദിനാഘോഷങ്ങളുടെ വിശദാംശങ്ങളിലേക്ക്. കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക്കൽ സെന്ററിൽ സമ്മേളനം മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ K. ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലിയുടെ അധ്യക്ഷതയിൽ VK മുഹമ്മദ് സ്വാഗതം ആശംസിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ്, NK അബ്ദുൾ മജീദ്, സാംസൺ പുലിക്കോട്ടിൽ, സോണി സക്കറിയ, ബിജു ജോബ്, സാംസൺ വാഴപ്പുള്ളി, സുബ്രു ഐനൂർ തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാവർട്ടി സെന്ററിൽ നടന്ന അനുസ്മരണ സദസ്സ് DCC സെക്രട്ടറി സിജു പാവർട്ടി ഉദ്ഘാടനം ചെയ്തു. പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷനായി. കോൺഗ്രസ് നേതാക്കളായ AT സ്റ്റീഫൻ, OJ ഷാജൻ, ജോയ് ആന്റണി, ജെയ്സൺ ചാക്കോ, KP വിവേകൻ, മീര ജോസ്, BV ജോയ്, പ്രസാദ് വാഗ, സുനിത രാജു, ബെന്നി ജോസഫ്, TK സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. ആർത്താറ്റ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാവിലക്കാട് പുളിഞ്ചോടിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. ആർത്താറ്റ് മണ്ഡലം പ്രസിഡന്റ് മിഷ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ DCC സെക്രട്ടറി ബിജോയ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് MS സുഗുണൻ, ബ്ലോക്ക് സെക്രട്ടറി CK ഷാജി, ചന്ദ്രബോസ് CV, ശൈലജ, ഷാജു VA, സെബാസ്റ്റ്യൻ VF, ഹരിദാസൻ, ഷീന, കെസ്വിയ ഷാജു, രാജൻ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ ലീഡറുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയർപ്പിച്ച് തുടങ്ങിയ ജന്മദിനാചരണ സദസ്സ് ഗുരുവായൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് OKR മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ R. രവികുമാർ, ബാലൻ വാർനാട്ട്, TN മുരളി, മോഹൻദാസ് ചേലനാട്ട്, സ്റ്റീഫൻ ജോസ്, ശൈലജാദേവൻ, ശിവൻ പാലിയത്ത്, CJ റൈമൺ മാസ്റ്റർ,
ഹരി എം വാര്യർ തുടങ്ങിയവർ പ്രസംഗിച്ചു. പൊന്നിയൂർക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം പ്രസിഡന്റ് പി ബാബുവിന്റെ അധ്യക്ഷതയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവും ബാങ്ക് പ്രസിഡന്റുമായ പി ഗോപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. DCC സെക്രട്ടറി M അലാവുദ്ദീൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ, കോൺഗ്രസ് പോഷക സംഘടനാ നേതാക്കൾ, വാർഡ് ബൂത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പുഷ്പാർച്ചനയിലും പങ്കെടുത്തു. കോൺഗ്രസ് പൂക്കോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തമ്പുരാൻപടി കോൺഗ്രസ് ഭവനിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. ആൻഡോ തോമസിന്റെ അധ്യക്ഷതയിൽ സേവാദൾ ജില്ലാ സെക്രട്ടറി VM അഷ്റഫ് യോഗം ഉദ്ഘാടനം ചെയ്തു. ജലീൽ പൂക്കോട്, TA ഷാജി, സാബു ചൊവ്വലൂർ, AS ശ്രീനിവാസൻ, ബഷീർ പൂക്കോട്, VK വിമൽ, ജോൺസൺ ചൊവ്വലൂർ, റാബിയ ജലീൽ എന്നിവർ സംസാരിച്ചു. കൗൺസിലർ ജീഷ്മ സുജിത് സ്വാഗതവും P സത്താർ നന്ദിയും പറഞ്ഞു. K കരുണാകരൻ ഫൗണ്ടേഷൻ പൊന്നയൂരിന്റെ നേതൃത്വത്തിൽ മന്നലാങ്കുന്ന് കരുണാഭവനിൽ നടന്ന ചടങ്ങ് DCC സെക്രട്ടറി AM അലാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. K കരുണാകരൻ ഫൗണ്ടേഷൻ വർക്കിംഗ് ചെയർമാൻ ഷാഹുൽ വള്ളത്ത് അധ്യക്ഷത വഹിച്ചു. പൊന്നിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KK ഷുക്കൂർ മുഖ്യപ്രഭാഷണം നടത്തി. UAE ഇൻകാസ് സംസ്ഥാന സെക്രട്ടറി സുലൈമാൻ കറുത്താക്ക, കമ്മിറ്റി ഭാരവാഹികളായ ബിദേശ് വലിയകത്ത്, ബിജേഷ് വലിയകത്ത്, നോബി പടിഞ്ഞാപ്പുറത്ത്, ചാവക്കാട് കാർഷിക ബാങ്ക് ഡയറക്ടർ യൂസുഫ് തണ്ണിതുറക്കൽ, താച്ചു കരിയാടൻ എന്നിവർ സംസാരിച്ചു. നിസാർ കിഴക്കൂട്ട്, ആലി കാർത്ത, അലി, നവാസ് ബാബുട്ടി, MM അഷ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് പ്രവർത്തകർ മധുരം വിതരണം ചെയ്തു. വടക്കേക്കാട് ബ്ലോക്ക്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സദസ്സും സംഘടിപ്പിച്ചു. മുക്കലപ്പിടിക സെന്ററിൽ നടത്തിയ സദസ്സ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VK ഫസലുല്ലി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അജയകുമാർ വൈലേരി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ ഹസൻ തെക്കേപ്പാട്ടയിൽ, ശ്രീധരൻ മാക്കാലിക്കൽ, അഷ്റഫ് തറയിൽ, തെക്കുമുറി കുഞ്ഞുമുഹമ്മദ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അജ്മൽ വൈലത്തൂർ, അഖിൽ കാഞ്ഞങ്ങാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. കാൽപ്പനികതയുടെയും കരവിരുതിന്റെയും കയ്യൊപ്പ് ചാർത്തുന്ന ആഭരണങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരവുമായി ചാവക്കാട് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂമിൽ ആർട്ടിസ്ട്രി ഷോയ്ക്ക് തുടക്കമായി. 9 നവവധുമാർ ചേർന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് +2-ൽ ഉന്നത വിജയം സ്വന്തമാക്കി 20ഓളം കുട്ടികളെ അനുമോദിച്ചു. ഷോറൂം ഹെഡ് അരുൺദാസ്, ഡെപ്യൂട്ടി ഷോറൂം ഹെഡ് റസാഖ്, സീനിയർ സെയിൽസ് മാനേജർ ഷൈജിത്ത്, മാർക്കറ്റിംഗ് മാനേജർ സുരേഷ് കുമാർ, ഇൻവെസ്റ്റർമാരായ KK അഷ്റഫ്, R അബു എന്നിവർ പങ്കെടുത്തു. ജൂലൈ 4 മുതൽ 7 വരെയാണ് ആർട്ടിസ്ട്രി ഷോ നടക്കുക. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,020 രൂപ, സ്വർണം പവന് 72,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 116 രൂപ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ തിങ്കളാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. സന്ദർശനത്തിന്റെ ഭാഗമായി മേഖലയിൽ വിവിധ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. രാവിലെ 8 മുതൽ 10 വരെ ക്ഷേത്രത്തിൽ ദർശനം, വിവാഹം, ചോറൂണ് എന്നിവയ്ക്ക് നിയന്ത്രണമുണ്ടാകുമെന്ന് ദേവസ്വം. പുന്നയൂർക്കുളത്ത് മത്സ്യകൃഷി പദ്ധതിക്കായി എത്തിച്ച മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് വലുപ്പം കുറവെന്ന കർഷകർ. ഔദ്യോഗിക ഉദ്ഘാടനത്തിന് ശേഷം മീൻ കുഞ്ഞുങ്ങളെ പടവിൽ നിക്ഷേപിക്കാനുള്ള ഉദ്യോഗസ്ഥരുടെ ശ്രമം പടവ് കമ്മിറ്റിക്കാർ തടഞ്ഞു. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് വില്ലേജിൽ 12 കുടുംബങ്ങൾക്ക് സ്വന്തമായ ഭൂമി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. പട്ടയ വിതരണത്തിന് മുന്നോടിയായി തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്ത് സ്ഥലങ്ങൾ സന്ദർശിച്ചു. ലളിതവും സ്വതസിദ്ധവുമായ ശൈലിയിൽ സ്വന്തം അനുഭവങ്ങൾ കാച്ചിക്കുറുക്കി എഴുതിയ വായനക്കാരെ ആകർഷിച്ച വൈക്കം മുഹമ്മദ് ബഷീറിനെ അനുസ്മരിച്ച നാട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടന്ന ദിനാചരണങ്ങൾ ശ്രദ്ധേയം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.